Meet the editors. വി.ഡി. സതീശന്റേത് പ്രായോഗിക പ്രതികരണമോ എന്നാണ് ചോദ്യം. പ്രായോഗിക പ്രതികരണമാണോ വി.ഡി. സതീശന്റേതെന്നാണ് ചോദ്യം. സുജയ, പ്രായോഗിക പ്രതികരണമൊന്നുമല്ല, ഗത്യന്തരമില്ലാതെ നിൽക്കക്കള്ളിയില്ലാതെ നടത്തിയ പ്രതികരണമാണ്. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ പിന്തുണ അത് യഥാർത്ഥത്തിൽ വി.ഡി. സതീശനെ ഞെട്ടിച്ചിട്ടുണ്ട്. അല്ല എങ്കിൽ ഇത്ര പെട്ടെന്ന്, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചർച്ച നടത്തിയപ്പോൾ ഇവിടെ മാഡം അടക്കം പറഞ്ഞത് വി.ഡി. സതീശൻ ആ ഒരു വളരെ പ്രായോഗികമായ നിലപാടുകൾ എടുക്കുന്ന, അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ നിലപാട് അത് ഉറച്ച നിലപാടാണ് എന്നാണ്. പക്ഷേ ഇതാ പറഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ വി.ഡി. സതീശൻ ഇവിടെ നിലപാട് മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. എം ഹസൻ തൊട്ടു പിന്നാലെ എത്തി സതീശന്റെ നിലപാടിൽ മാറ്റമുണ്ട്, അതായത് നമ്മൾ വിലയിരുത്തുന്നതല്ല, എം ഹസൻ തന്നെ പറയുകയാണ് വി.ഡി. സതീശന്റെ പഴയ നിലപാടൊന്നും അല്ല കേട്ടോ, ഇപ്പോൾ ആ നിലപാടൊക്കെ മാറിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ മാറ്റത്തിന് പിന്നിൽ സത്യസന്ധതയില്ല എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്നൊക്കെ പറയുന്നയാൾ അത് പെട്ടെന്ന് തിരുത്തുന്നു എന്ന ഒരു രീതിയിലേക്കൊന്നും വരുന്നില്ല. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വിമർശിക്കുന്നത് പോലെ പ്രതിപക്ഷ നേതാവിനെയും വിമർശിക്കാം. അത് ഇനിയിപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ആ വിമർശനം ഉണ്ടാകുമെന്നുള്ളതൊരു കാര്യം. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന പരിശോധിക്കും. അടുത്ത കാലത്തായി നാക്കുപിഴയോ മോശമായി സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തും. എന്നാൽ പിന്നെ ഡയറക്റ്റായിട്ട് പറഞ്ഞുകൂടെ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങി എന്ന് പറഞ്ഞത് എനിക്ക് തെറ്റിപ്പോയി, അത് പറയുന്നതിന് പകരം ഇത്രയും വളഞ്ഞ് മൂക്കിൽ പിടിക്കുന്നത് എന്തിനാണ് വി.ഡി. സതീശൻ? രമേശ് ചെന്നിത്തലയെ നല്ല പേടിയായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. രമേശ് ചെന്നിത്തല ആക്റ്റീവായി വരുന്നതിനെ വി.ഡി. സതീശൻ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയെ ഒരു വശത്തേക്ക് ഒതുക്കണം, അതിന് കൃത്യമായി ഈ സമുദായ നേതാക്കളുടെയൊക്കെ പിന്തുണ തന്നിലേക്ക് കൊണ്ടുവരണം. അതിനിടയിൽ പറയുന്ന ഒരു സെന്റൻസ്, മന്നം ജയന്തി സമ്മേളനത്തിൽ ചെന്നിത്തലയെ മുഖ്യപ്രഭാഷകനായി വിളിച്ചത് അത് നല്ലതാണ്, ഗുണം ലഭിക്കുന്നത് കോൺഗ്രസിനും യു.ഡി.എഫിനുമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല കോൺഗ്രസിനും യു.ഡി.എഫിനും ഒക്കെ നല്ല ഗുണമുണ്ടാക്കുന്ന ഒരു നേതാവാണ്, മുതിർന്ന നേതാവാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് വരാൻ NSSന്റെയും SNDPയുടെയും ഒക്കെ പരസ്യ പിന്തുണ അവർ പറയുന്ന രീതിയിലേക്ക്, അത് കൃത്യമായി അവരുടെ സമ്മേളനങ്ങളിൽ ക്ഷണിക്കുന്ന രീതിയിലേക്ക് എത്തേണ്ടിയിരുന്നോ എന്നതാണ്. എനിക്ക് മാത്രം പോരല്ലോ ബന്ധം, എല്ലാവർക്കും വേണ്ടേ എന്ന് ഇന്ന് ചോദിച്ച വി.ഡി. സതീശൻ ഇതൊക്കെ കുറച്ച് നേരത്തെ തിരിച്ചറിയണമായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരു പരിപാടിയിൽ തന്നെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കൃത്യമായ തീരുമാനമെടുത്ത് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ പരിപാടിയിലേക്ക് വിളിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. സമുദായ സംഘടനകൾ അവർക്ക് കൂടുതൽ അടുപ്പവും ബന്ധവും ഒക്കെ ഉള്ളവരെ തന്നെയാണ് പരിപാടികൾക്ക് വിളിക്കുന്നത്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ വിളിച്ചത്. ഇനി രാഷ്ട്രീയവും മതവും തമ്മിൽ ഒരു അകലം വേണം, അതാണ് എൻ്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതേതരനാകാനായിട്ട് ഇന്നും വി.ഡി. സതീശൻ ശ്രമിക്കുന്നത് കണ്ടു. അപ്പോൾ 2022 നവംബർ 11 പറവൂരിൽ പോയി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വി.ഡി. സതീശന് കൊടുത്ത ഒരു മറുപടിയുണ്ട്. പെരുന്നയിൽ എൻ്റെ അടുത്ത് വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 24 മണിക്കൂർ കഴിയും മുമ്പാണ് ഒരു മത സാമുദായിക സംഘടനകളുടെയും തിണ്ണ നിരങ്ങുന്ന സമ്പ്രദായം തനിക്കില്ല എന്ന് വി.ഡി. സതീശൻ പറഞ്ഞതെന്ന് പറയുന്നു. അതേ 24 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ കാണുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയെ കൃത്യമായി NSSും SNDPയും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ പിന്തുണ കണ്ട്, ആ പിന്തുണ മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വി.ഡി. സതീശൻ കുറച്ച് താഴേക്ക് ഇറങ്ങാൻ തയ്യാറായിരിക്കുന്നു. ഇത്രയും നാള് ഞാൻ എന്ന ഭാവത്തോടെ മുകളിലിരുന്ന് താഴേക്ക് നോക്കുകയായിരുന്നു. ഇപ്പോൾ താഴേക്ക് കുറച്ചിറങ്ങിയിട്ടുണ്ട്. നിലത്ത് തൊട്ട് എല്ലാവരെയും സമഭാവത്തിൽ കാണുന്ന രീതിയിലേക്ക് വി.ഡി. സതീശൻ മാറിയാൽ അദ്ദേഹത്തിന് കൊള്ളാം. ഇത് പ്രായോഗിക പ്രതികരണമല്ല, ഇത് നിൽക്കക്കള്ളിയില്ലാതെ നടത്തിയ, കൈവിട്ടു പോകും കാര്യങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയ പ്രതികരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2013 അല്ല 2024 എന്ന തിരിച്ചറിവിലുള്ള പ്രായോഗിക സമീപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു നിലപാട് മാറ്റമല്ല, ചില പ്രയോഗങ്ങളിൽ പറയേണ്ട കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. 2013 അന്ന് BJP അത്ര വലിയ ശക്തിയല്ല, പക്ഷേ 20% എത്തിയിരിക്കുന്ന BJP NSS സമുദായ സംഘടന പറയുന്ന നിലപാടല്ലാതെ തന്നെ നായർ വോട്ടിലേക്ക് BJP കടന്നു കയറുന്നു, അപ്പുറത്ത് ഈഴവ വോട്ടുകളിലേക്ക് കടന്നു കയറുന്നു. അപ്പോൾ ആ ഒരു ആശങ്ക, ആ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ബുദ്ധിപൂർവമായ പ്രതികരണമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി അദ്ദേഹം പറഞ്ഞിരുന്ന അന്ന് 2013 രണ്ട് നേതാക്കളും തമ്മിൽ പരസ്പരം ഒരു വാഗ്യുദ്ധം തന്നെയായിരുന്നു പല ദിവസങ്ങളായിട്ട്. സുകുമാരൻ നായർ പറയുന്നു, പിറ്റേ ദിവസം വി.ഡി. സതീശൻ പറയുന്നു, ആ രൂപത്തിൽ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കണ്ട എന്ന് പറയുന്നത് ആ വാചകം ഒരു അശ്ലീല പ്രയോഗമാണ് എന്നുപോലെ സുകുമാരൻ നായർ പറഞ്ഞു. ഇന്നും അദ്ദേഹം അത് അന്ന് ഞാനത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ചേർത്ത് വെച്ചിരിക്കുന്ന വാചകം, അവരൊക്കെ നല്ല മനുഷ്യരാണ്, അവരെ സ്വാധീനിച്ച് വഷളാക്കരുത് എന്നാണ് അന്നും പറഞ്ഞത്.
അതായത് അവരെ സ്വാധീനിച്ച് വഷളാക്കരുത് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെന്ന് സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തരുത് എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിൽ അത് രമേശ് ചെന്നിത്തലയ്ക്കുള്ള ഒരു മറുപടിയായിട്ട് കൂടി അതിനെ വിലയിരുത്തേണ്ടി വരും. പിന്നെ ഒരു വ്യത്യാസമുള്ളത് ഇപ്പോൾ സതീശൻ്റെ നാവ് ശരിയല്ല എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ അതിന് തിരിച്ച് അതേ നാണയത്തിൽ മറുപടി പറയുന്ന ഒരു രീതി വി ഡി സതീശനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് അദ്ദേഹം മാറ്റുന്നു. ഏറ്റുമുട്ടലിന് ഇല്ല എന്ന് പറയുന്നു, കലഹത്തിനില്ല, പാർലമെന്ററി നേതാവ് ഞാനല്ലേ, ഒരുമിച്ച് കൊണ്ടുപോകേണ്ടയാൾ ഞാനല്ലേ, എതിർ ശബ്ദം കേൾക്കുന്നില്ല എന്ന വിമർശനം ഉൾക്കൊള്ളുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയിൽ പറഞ്ഞു എതിർ ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ഒരു മയമില്ലാത്ത ശബ്ദമായി വരുമ്പോൾ അവിടെ മുതിർന്ന നേതാക്കൾക്കിടയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്നുണ്ട് എന്നൊരു മനസ്സിലാക്കൽ ഉണ്ടെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞ് ആ മനസ്സിലാക്കലിലേക്ക് ഒരു പക്ഷേ അദ്ദേഹം എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. NSSുമായി അദ്ദേഹം 2023 AN ഷംസീർ സ്പീക്കർ മറ്റേ പാഠപുസ്തക വിവാദം ഉണ്ടായിരുന്നല്ലോ, അന്ന് കുറച്ചൊരു അതെ ശാസ്ത്രബോധത്തെക്കുറിച്ച് പറഞ്ഞ് AN ഷംസീർ പറഞ്ഞ വിവാദം, അത് NSS അതിശക്തമായി അതിൽ പ്രതികരിച്ചിരുന്നു. അപ്പോൾ അതിൽ ആളിക്കത്തിക്കേണ്ട എന്നൊരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം അന്ന് വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോൾ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളാണ് NSS ഒരു വിശ്വാസ സമൂഹമാണ്, അവർക്ക് അവരുടേതായ രീതിയിൽ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിശ്വാസം പൂജയും ഒക്കെ മതപരമായ കാര്യങ്ങളാണ്. അതിനുശേഷം ആ ഖണ്ഡികയുടെ അവസാനം പറയുന്നത് പണം കൊടുത്ത് അടിച്ചതിനകത്ത് സംഘപരിവാറിനെ കയറ്റാത്ത സംഘടനയാണ് NSS. പണം കൊടുത്തോ കേസെടുത്തോ NSSനെ സ്വാധീനിക്കാൻ കഴിയില്ല. ഭീഷണികൾക്കൊന്നും NSS ഇതുവരെ വഴങ്ങിയിട്ടില്ല. മത തീവ്രവാദികൾക്കോ സംഘപരിവാറിനോ ഇതുവരെ കീഴടങ്ങാത്ത പ്രസ്ഥാനമാണ് NSS. അതുതന്നെയാണ് NSSന്റെ പ്രസക്തിയും. ഇന്നും അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ട്. ആ തരത്തിൽ സെക്കുലറായ സമീപനമെടുക്കുന്ന സംഘടനയാണ് NSS എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പോൾ പ്രായോഗിക പ്രതികരണം ഒരു തരത്തിൽ ഈ BJPക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമീപനം എടുക്കേണ്ടതുണ്ട് എന്ന ഒരു നിലപാടെടുക്കുന്നു. അതിലപ്പുറം ഇത് കത്തിച്ച് മുന്നോട്ട് പോകാതിരിക്കും. കോൺഗ്രസിനകത്ത് കത്തിച്ച് അടുത്ത നേതാക്കളിലേക്ക് പകർന്ന് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുന്നത് തടയുന്ന ഒരു പ്രതികരണം കൂടിയാണ്. അതിൽ അദ്ദേഹം ബുദ്ധിപൂർവ്വം പ്രതികരിച്ചിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ആ ബുദ്ധിപൂർവ്വമുള്ള പ്രതികരണം തീർച്ചയായിട്ടും സ്വയം രക്ഷാപ്രവർത്തനമാണ് എന്നതാണ് എൻ്റെ ഒരു ടേക്ക്. അത് പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയ ബുദ്ധി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഉപയോഗിച്ചത് കുറച്ച് സൈദ്ധാന്തികമായ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം, ഞാൻ ഏതെങ്കിലും സമുദായ ശക്തികളാൽ പ്രീണിക്കപ്പെടുന്ന ഒരാളല്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു സെക്യുലറായിട്ടുള്ള ഒരു വ്യക്തിയാണ് താൻ എന്നുള്ളത് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വി ഡി സതീശൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ പിന്നാക്കം പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. വെള്ളാപ്പള്ളി നടേശനോടുള്ള സ്റ്റേറ്റ്മെൻറ്റിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പരിശോധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഞാൻ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണോ അതോ താൻ തിരുത്തുന്നതിനായാണോ എന്ന് ശ്രദ്ധിക്കുമെന്നും സതീശൻ എന്ന് പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷമുള്ള സതീശനും പ്രതിപക്ഷ നേതാവ് ആവുന്നതിന് മുമ്പുള്ള സതീശനും തമ്മിലുള്ളൊരു മാറ്റമായി വേണമെങ്കിൽ അതിനെ കാണാവുന്നതാണ് പോസിറ്റീവ്ലി. അത് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വി ഡി സതീശനെ നമ്മൾ കണ്ടിട്ടുണ്ട്. വരും വരായികകളെക്കുറിച്ച്, അതുണ്ടാക്കാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള ആലോചനകളില്ലാതെ പ്രതികരിക്കുന്ന ഒരു വി ഡി സതീശനെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് എന്ന ബോധ്യമുള്ള വി ഡി സതീശൻ്റെ പ്രതികരണം തന്നെയാണ് നമ്മളിതിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രായോഗികമായിട്ടുള്ള പ്രതികരണം ഒരു രക്ഷാപ്രവർത്തന ബുദ്ധിയിൽ നിന്ന് വന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സുകുമാരൻ നായരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിമർശിച്ചിട്ടുള്ളതും CPM പല ഘട്ടങ്ങളിലും പല വേദികളിലും വിശ്വസിച്ചിട്ടുള്ളതും മിത്തിൻ്റെ കാര്യത്തിലൊക്കെ P. ജയരാജൻ പറഞ്ഞത് എന്താ? സുകുമാരൻ നായരിടുന്ന കുറി വിശ്വാസവും കന്നഡ ശാസ്ത്രവുമാണ് എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അന്ന് കോൺഗ്രസ് തന്ത്രപരമായിട്ടുള്ളൊരു മൗനം പാലിച്ചിരുന്നു ആ വിഷയത്തിൽ. അന്ന് ശാസ്ത്രത്തിൻ്റെയോ നെഹ്റുവിൻ്റെയോ പാതയൊന്നും പിന്തുടരാനുള്ള അമിതമായ താല്പര്യം കോൺഗ്രസ് നേതാക്കൾ കാണിച്ചാൽ അപകടകരമാണെന്നറിയാം. കാര്യം BJP കത്തിക്കുമെന്നാണ് ഒന്ന് BJP പറയുന്നത്, രണ്ട് ഈ വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ അതിൻ്റെ ആനുകൂല്യം കിട്ടിയത് കോൺഗ്രസിനാണ്. പക്ഷേ അന്ന് വളരെ കൃത്യമായി NSS ഒരു നിലപാടെടുത്തിരുന്നു. BJP ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വഞ്ചിച്ചു എന്നൊരു നിലപാട് പിന്നീട് NSS എടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആ ഘട്ടത്തിലുള്ള ബോൾഡായി സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി നടക്കാൻ പോകുന്ന ജനുവരി 2-ാം തീയതി മന്നം ജയന്തിയിൽ BJP നമ്മൾ കരുതിയത് സുരേഷ് ഗോപിയെ വിളിക്കുമെന്നാണ്. പക്ഷേ സുരേഷ് ഗോപി വിളിച്ചിട്ടില്ല, ജോർജ് കുര്യനെയും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അറ്റോർണി ജനറലിനെയാണ് അവിടെ വിളിച്ചിരിക്കുന്നത്, വെങ്കട്ടരമണിയെ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ BJPയുമായും കോൺഗ്രസുമായും CPയുമായും സമദൂരമാണെന്ന് പറയുമ്പോഴും അതിനുള്ളിലെ മറ്റു ചില രാഷ്ട്രീയ ദൂരങ്ങളും ദൂരക്കുറവുകളും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഈ വിഷയത്തിൽ പ്രായോഗികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണമാണ് വി ഡി സതീശനിൽ നിന്നുണ്ടായിരിക്കുന്നത്. അത് സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രതികരണമാണ്. ആ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിലെ രണ്ട് പ്രബലമായിട്ടുള്ള സമുദായ സംഘടനകളും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിലപാടുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും ലീഗിൻ്റെ കൂടി പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അത്ര തനിക്ക് വ്യക്തിപരമായി ഒരു നേട്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമല്ല എന്നത് വി ഡി സതീശൻ മനസ്സിലാക്കുന്നുണ്ട്. അതിന് കൃത്യമായും
ബാരാബൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ വി ഡി സതീശന് കിട്ടുന്ന ഒരു പിന്തുണ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഇന്നലെയും ഞാൻ ഒരു ക്രിസ്തീയ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ്. അത് ബി ജെ പിയിലേക്ക് വോട്ട് പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമമായി വ്യാഖ്യാനിക്കുമെങ്കിലും കേരളത്തിൽ വിവിധ സമ്മർദ്ദ ഗ്രൂപ്പുകളെ, താല്പര്യ ഗ്രൂപ്പുകളെ ഒപ്പം നിർത്താനുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിലെ വിവിധ നേതാക്കൾ ഉള്ളത് എന്നുള്ളതാണ് ഒരു കാര്യം. ഞാനതിനെ വിമർശിക്കില്ല. കാര്യം കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും രാഷ്ട്രീയം അങ്ങനെ സമുദായ നേതാക്കളുമായും സമുദായ ശക്തികളുമായും തുല്യ അകലവും അതേപോലെ അടുപ്പവും വേണ്ടത്ര സമയങ്ങളിൽ അടുപ്പവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നിന്നിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കേരളത്തിലെ ഘടകത്തെ ഞാൻ കണക്കാക്കുന്നത് വിവിധ താല്പര്യ ഗ്രൂപ്പുകളുടെ ഒരു സംയോജനം എന്നാണ്. അത് ആ അർത്ഥത്തിൽ തന്നെയാണ് നേതാക്കൾ കൊണ്ടുപോകുന്നത്. മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അത് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് ആണ്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതിൽ ആരാണ് ഏറ്റവും നല്ല സമുദായ സ്നേഹി എന്ന നിലയിൽ ഓരോ സമുദായത്തെ മുൻനിർത്തിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരും. ഞാനാണ് ഏറ്റവും നല്ല സമുദായ സ്നേഹി, നീയാണ് നല്ല സമുദായ സ്നേഹി, ഇതൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അതൊരു ഘട്ടം കഴിയുമ്പോൾ വികൃതമാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പ്രായോഗിക പ്രതികരണമാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും പ്രായോഗികമായിട്ടുള്ളൊരു പ്രതികരണമാണ് എന്നാണ് എൻ്റെ ടേക്ക്. യെസ് എന്ന് 2 പേർ, നോ എന്നൊരാൾ. Meet the editors.